ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ആരതി ആകാശിൻ്റെ കൂടെ ഹോസ്പിറ്റലിലാണ് ഉള്ളത്. ആകാശ് ഇപ്പോൾ കുറേയൊക്കെ റിക്കവറായി വന്നിരിക്കുകയാണ്. ആ സമയത്താണ് ചന്ദ്രികയും സിദ്ധാർത്ഥ് ഹോസ്പിറ്റലിൽ വരുന്നത്. ആകാശിൻ്റെ MRI ഇന്ന് എടുക്കുമെന്ന് പറഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ച സമയത്ത് കുഴപ്പമൊന്നുമില്ല, ഡോക്ടർ ഡിസ്ചാർജ് ആക്കിക്കോളാൻ പറഞ്ഞെന്ന് അവൻ്റെ അച്ഛൻ പറയുകയാണ്. മാത്രമല്ല ആകാശിനെ മെല്ലെ മെല്ലെ നടപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആരതി. ആ സമയത്താണ് സിദ്ധാർത്ഥും ആകാശിൻ്റെ അച്ഛനും തമ്മിൽ സംസാരിക്കുന്നത് അവർ കേൾക്കുന്നത്. ഇപ്പോഴാണ് മനസ്സിന് സമാധാനമായത്. ഇന്നലെ രാത്രി ഡോക്ടർ ഒരു സ്കാനിങ് ഉണ്ടെന്ന് പറഞ്ഞതിന് ശേഷം ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. ചന്ദ്രിക പറയാണ്. അവൻ്റെ അമ്മ പറയുന്നുണ്ട്, എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് മോളെ. ദൈവത്തിൻ്റെ അനുഗ്രഹത്തെക്കാൾ ഉപരി ഇവരെല്ലാവരും എൻ്റെ മകൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി അത്രയേറെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അയാൾ ചന്ദ്രികയോടും സിദ്ധാർത്ഥിനോടൊക്കെ ആയിട്ട് പറയാണ്, നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയാണ് ആകാശിനെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. അതുമാത്രമല്ല, ആകാശിന് ആരതി പൊരുത്തമില്ലാത്ത ഭാര്യയാണെന്ന് ഞങ്ങൾ എല്ലാവരും വിചാരിച്ചു. എന്നാൽ ആരതിയാണ് ആകാശിന് ഏറ്റവും യോജിച്ച പെണ്ണ് എന്ന് ദൈവം ഞങ്ങൾക്ക് തെളിയിച്ചു തന്നു. അവളേക്കാൾ നന്നായി ഞങ്ങളുടെ മകനെ നോക്കാൻ മറ്റാർക്കും സാധിക്കില്ല എന്നും ദൈവം ഞങ്ങളെ തെളിയിച്ചു തന്നു. അതൊക്കെ കേട്ട സമയത്ത് ആകാശും ആരതി ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുകയാണ്. കാരണം ഒരിക്കലും അച്ഛനും അമ്മയും അവരെ അംഗീകരിക്കുമെന്ന് അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കേട്ട സമയത്ത് സിദ്ധാർത്ഥിനും ചന്ദ്രയ്ക്കും ഒരുപോലെ സന്തോഷമാവുന്നുണ്ടായിരുന്നു. കാരണം ഇതുവരെ അവർ അംഗീകരിക്കാത്ത ഒരു വലിയ കുറവ് തന്നെയായിട്ടാണ് എല്ലാവർക്കും തോന്നിയിട്ടുണ്ടായിരുന്നത്. ആരതിയെപ്പോലൊരു പെണ്ണിനെ എൻ്റെ മകന് കിട്ടിയതിന് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഭാഗ്യം ചെയ്തവരാണ്. ചന്ദ്രിക സിദ്ധാർത്ഥിനെ നോക്കി പുഞ്ചിരിച്ച സമയത്ത് അയാൾ പറയുന്നുണ്ട്, ആരതിയുടെ അച്ഛൻ തെറ്റ് ചെയ്തതിന് ഞങ്ങൾ ആരതിയെ വെറുത്തത് ഞങ്ങളുടെ തെറ്റാണ്. ആരതിയെ ഞങ്ങൾ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ട്. അതിന് നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് മാപ്പ് തരണം. അയാൾ തൊഴുകയോടെ സിദ്ധാർത്ഥിന് മുന്നിൽ നിൽക്കുന്ന കണ്ടപ്പോൾ ആകാശിന് സങ്കടം തോന്നുവാണ്. അപ്പോൾ തന്നെ സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, അയ്യോ അങ്കിൾ, എന്താ നിങ്ങൾ ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്? അതൊന്നും കുഴപ്പമില്ല, വിട്ടേക്ക്. ഏതൊരു അച്ഛനും അമ്മയ്ക്കും തങ്ങളുടെ മക്കൾ തങ്ങൾ പറയുന്നത് കേൾക്കാതെ മറ്റെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ദേഷ്യം വരിക തന്നെ ചെയ്യും. നിങ്ങളുടെ ദേഷ്യത്തിനും അതൊരു ന്യായമുണ്ട്. നിങ്ങളുടെ മേൽ ഞങ്ങൾക്കൊരു ദേഷ്യവും ഇല്ല. അപ്പോൾ അവൻ്റെ അച്ഛനും പറയുന്നുണ്ട്, നിങ്ങളെ പോലെ വലിയ മനസ്സുള്ള ആൾക്കാരെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ആരതിയെ ഞങ്ങൾ മനസ്സ് നിറഞ്ഞ് ഞങ്ങളുടെ മരുമകളായിട്ട് സ്വീകരിച്ചിരിക്കുന്നു. അത് കേട്ട് സിദ്ധാർത്ഥും ചന്ദ്രികയെ സന്തോഷത്തോടെ ചിരിക്കുകയാണ്. ആരതിയാണെങ്കിൽ വണ്ടടിച്ച് നിൽക്കുകയാണ്. പക്ഷെ ആകാശിന് കേട്ടത് വിശ്വസിക്കാൻ തന്നെ ആവുന്നില്ല. കാരണം അവൻ്റെ അച്ഛൻ ആരതിയെ സ്വീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചവർക്ക് അവരുടെ വീട്ടിലേക്ക് പോവാന്നാണ് അർത്ഥം. അപ്പോൾ ആകാശ് ആരതിയെ ചേർത്ത് പിടിക്കുകയാണ്. കരഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ തോളിലേക്ക് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു ദിവസം നോക്കിയിട്ട് ആരതിയെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് സ്വീകരിക്കാം. ഇത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള വലിയ ആൾക്കാരോടും പറഞ്ഞേക്ക്. അത്രയും നല്ല സന്തോഷമുള്ളൊരു കാര്യമായതുകൊണ്ട് തന്നെ എല്ലാവരുടെയും കണ്ണ് നിറയാണ്. ചന്ദ്രിക പറയുന്നുണ്ട്, ഇത് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്ത സന്തോഷം തോന്നുവാണ്. നിങ്ങൾ ഇത്ര പെട്ടെന്ന് മനസ്സ് മാറി ആരതിയെ സ്വീകരിക്കുമെന്ന് ഞങ്ങൾ ആരും സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ഒരുപാട് നന്ദിയുണ്ട് അങ്കിൾ. ചന്ദ്രിക കരഞ്ഞുകൊണ്ട് കൈകൂപ്പുവാണ്. സിദ്ധാർത്ഥും ചേർന്ന് കൈകൂപ്പുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞാനാണ് നിങ്ങളോട് എല്ലാവരോടും മാപ്പ് പറയേണ്ടത്. അതുമാത്രമല്ല, നിങ്ങളോടെന്നും ഞാൻ നന്ദിയുള്ളവനുമായിരിക്കും. നിങ്ങളാരും ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ആരതി ആകാശിൻ്റെ ജീവിതത്തിലേക്ക് വരില്ലായിരുന്നു. ചന്ദ്രികയെ നോക്കിക്കൊണ്ടാണ് അയാൾ പറയുന്നത്, ഞങ്ങൾ പറയുന്നത് അനുസരിക്കാതെ നീയാണെന്ന് ആരതിയെ ആകാശിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത്. പക്ഷേ ഞങ്ങളായിരുന്നില്ല ശരിയെന്നും നീയാണ് ശരിയെന്നും ഇപ്പോൾ കാലം തെളിയിച്ചു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു കാര്യം ആലോചിച്ചപ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത സന്തോഷവും അഭിമാനവുമാണ് തോന്നുന്നത്. ആകാശും ആരതിയും കരഞ്ഞുകൊണ്ട് പരസ്പരം കെട്ടിപ്പിടിക്കുകയാണ്, അച്ഛനും അമ്മയും അംഗീകരിച്ചതിലുള്ള ആ ഒരു സന്തോഷം കൊണ്ട്. അപ്പോൾ സിദ്ധാർത്ഥിന് കൈ കൊടുത്തുകൊണ്ടാണ് ആകാശിൻ്റെ അച്ഛന് വാക്ക് കൊടുക്കുന്നത്. ആകാശ് ആരതിയോട് ചോദിക്കുന്നുണ്ട്, ആരതി, ഇപ്പോൾ നിനക്ക് സന്തോഷമായോ? എൻ്റെ അച്ഛനും അമ്മയും അവരുടെ നാവ് കൊണ്ട് തന്നെ നീയാണ് അവർക്ക് യോജിച്ച മരുമകൾ എന്ന് പറഞ്ഞു. എൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയപ്പോഴും പോലും ഞാൻ ഇത്രയേറെ സന്തോഷിച്ചിട്ടില്ല. എൻ്റെ അച്ഛനും അമ്മയും നിന്നെ മരുമകളായി സ്വീകരിച്ചിരിക്കുന്നു എന്ന ഈ കാര്യമാണ് സത്യം പറഞ്ഞാൽ എന്നെ അത്രയേറെ സന്തോഷിപ്പിച്ചത്. ആകാശം കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ആരതി അവൻ്റെ നെഞ്ചിൽ തലവെച്ച് കിടക്കുകയാണ്. ഇപ്പോൾ ഞാൻ വല്ലാത്ത സന്തോഷത്തിലാണുള്ളത് ആരതി. ആകാശം അവളെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അങ്ങനെ ഡിസ്ചാർജ് കിട്ടിയപ്പോൾ അവരെല്ലാവരും കൂടി വീട്ടിലേക്ക് പോകാൻ വേണ്ടി താഴേക്ക് വരികയാണ്. എല്ലാവരും താഴെ കാറിനടുത്തെത്തിയ സമയത്ത് ആരതി ആകാശോട് ചോദിക്കുന്നുണ്ട്, വേദനയൊന്നും ഇല്ലല്ലോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആകാശിൻ്റെ അച്ഛൻ പറയുകയാണ്, ആരതി, നീ എൻ്റെ മകൻ്റെ മേൽ വെച്ചിരിക്കുന്ന സത്യമുള്ള സ്നേഹം ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ദൈവം അത് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണോ ആകാശിന് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാക്കിയത് എന്നുപോലും അറിയില്ല. ആരതി കണ്ണുനീരോടെയാണ് കേട്ട് നിൽക്കുന്നത്. നീ ഹോസ്പിറ്റലിൽ വെച്ച് ആകാശിനെ കെയർ ചെയ്തത് ഞങ്ങളുടെ മനസ്സിനെ വല്ലാതെ ഇംപ്രസ് ചെയ്തു മോളെ. നിന്നേക്കാളും നന്നായിട്ട് ആകാശിനെ മറ്റാർക്കും പരിപാലിക്കാൻ സാധിക്കില്ല. ജീവിതകാലം മുഴുവൻ അവന് ഇതുപോലെ തന്നെ നീയും നിനക്ക് അവനും തുണയായിട്ടുണ്ടാവണം. ശരി അങ്കിൾ, ആരതിയും പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്.
അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, അങ്കിൾ നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ വീട്ടിലേക്ക് വന്നൂടെ, എന്നിട്ട് അച്ഛനോടും അമ്മയോടൊക്കെ നേരിട്ട് സംസാരിച്ചൂടെ? ശരി സിദ്ധാർത്ഥ്, ഞാൻ നേരിൽ വന്ന് അവരെ കണ്ട് സംസാരിച്ചോളാം. അപ്പോൾ ആകാശും ആരതിയൊക്കെ അമ്മയോടും അച്ഛനോടൊക്കെ യാത്ര പറഞ്ഞിട്ട് പോവാണ്. ആരതിയുടെയും സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും കൂടിയാണ് ആരതിയും ആകാശവും പോകുന്നത്. സിദ്ധുവിൻ്റെ കാർ അവിടുന്ന് പോയതിന് ശേഷമാണ് മേഘ അവിടെ ഉണ്ടായിരുന്നത് ആകാശിൻ്റെ അച്ഛനും അമ്മയും കാണുന്നത്. സർ, മേഘ വിളിക്കുകയാണ്. അപ്പോൾ അവർ തിരിഞ്ഞു നോക്കുന്നുണ്ട്. എന്നിട്ട് മേഘ അവരുടെ അടുത്തേക്ക് പോയിട്ട് ചോദിക്കുകയാണ്, സർ, ആകാശിനിപ്പോൾ എങ്ങനെയുണ്ട്? ആകാശിൻ്റെ അച്ഛനും അമ്മയും ദേഷ്യത്തോടെ പരസ്പരം നോക്കുവാണ് മേഘയെ കണ്ടതിലുള്ള ദേഷ്യത്തിൽ. എന്നിട്ട് അയാൾ മേഘയോട് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ കൃപ കാരണം എൻ്റെ മകന് ഒന്നും സംഭവിച്ചിട്ടില്ല. ആ, എനിക്കറിയാം സർ, നിങ്ങളുടെ മകന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന്. നിങ്ങളുടെ മകനെ ഇനിയും ആരതിയുടെ വീട്ടിലേക്ക് അയക്കരുത് സർ. ഇവിടെ നിന്നും ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം ആകാശിനെ അങ്ങനെ തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിക്കോ. ആകാശിൻ്റെ അച്ഛൻ ദേഷ്യത്തോടെ മേഘയെ നോക്കി നിൽക്കുകയാണ്, ഇവളുടെ ഉള്ളിലെ കുതന്ത്രം അറിഞ്ഞിട്ട്. എന്നിട്ട് അവളോട് പറയുന്നുണ്ട്, ഇതുവരെ നിന്റെ സംസാരം കേട്ട് കേട്ട് തെറ്റായ തീരുമാനങ്ങൾ മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പക്ഷേ ഇനി അങ്ങോട്ട് നിന്റെ തീരുമാനം കേൾക്കില്ല എന്നുള്ള തീരുമാനം ഞാൻ എടുത്തു കഴിഞ്ഞു. അയാൾ എന്താ പെട്ടെന്ന് അങ്ങനെ പറയുന്നതെന്ന് മേഘയ്ക്ക് മനസ്സിലായില്ല. കാരണം മേഘ പറയുന്നത് കേട്ട് കേട്ട് ഓരോന്ന് ചെയ്യുന്ന വ്യക്തിയായിരുന്നു. മേഘയുടെ സംശയം കണ്ടപ്പോൾ അയാളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഓ, നിനക്ക് മനസ്സിലായി കാണില്ല അല്ലേ? നിനക്ക് ചന്ദ്രികയുടെ കുടുംബത്തിന് മേലുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി നീ എന്നെ ഒരു ആയുധമാക്കി മാറ്റിയായിരുന്നു അല്ലേ? അയാൾ മേഘയുടെ തട്ടിപ്പ് മനസ്സിലാക്കിയെന്ന് മേഘയ്ക്ക് മനസ്സിലായി. അവളിങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. ഇനി നിന്റെ വാക്ക് കേട്ടിട്ട് ഞാൻ ഒന്നും ചെയ്യില്ല. ഇനി എന്നെ പറ്റിക്കാൻ നിന്നെ കൊണ്ടാവില്ല. പക്ഷെ എന്നിട്ടും മേഘ വിട്ടുകൊടുക്കുന്നില്ല. അവൾ വീണ്ടും അയാളെ എരികേറ്റാൻ വേണ്ടി നോക്കുകയാണ്. എന്താ സാർ ഇങ്ങനെ പറയുന്നത്? വന്ന് വന്ന് നിങ്ങളുടെ മകനെ വാസുദേവൻ്റെ മകളുടെ കൂടെയാണ് ജീവിക്കാൻ വിടുന്നത്. അപ്പം അയാൾ മേഘയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, വാസുദേവൻ എങ്ങനെയായാലും അത് ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. പക്ഷെ വാസുദേവൻ്റെ മകൾ ആരതി ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ എത്രയോ നല്ല കുട്ടിയാണ്. സത്യം പറഞ്ഞാൽ ആരതിയെപ്പോലൊരു പെണ്ണിനെ ഞങ്ങളുടെ മകന് ഭാര്യയായി കിട്ടാൻ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഭാഗ്യം ചെയ്തവരായിരിക്കണം. അത് കേട്ടതും മേഘ ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. കാരണം എന്തൊക്കെ ചെയ്തിട്ടും അവൾ വിചാരിച്ചിടത്തേക്ക് എത്തുന്നുണ്ടായിരുന്നില്ല. ആരതി ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്നെനിക്ക് എൻ്റെ മകനെ ജീവനോടെ കാണാൻ സാധിക്കില്ലായിരുന്നു. നിന്റെ ദേഷ്യവും നിന്റെ പകയും തീർക്കാൻ ഞങ്ങൾ ഇനി ആയുധമാക്കാമെന്ന് നീ കരുതേണ്ട. അതുമാത്രമല്ല, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ഇനി നീ തലയിടാനും പാടില്ല. ആരതിയും ആകാശും ഒന്നിച്ച് ജീവിക്കണമെന്നാണ് ഞങ്ങളുടെ താല്പര്യം. ഈ താല്പര്യത്തിൽ നിന്ന് ഞങ്ങളെ മാറ്റാൻ നിന്നെ കൊണ്ടാവില്ല. ഇനി നിന്നോട് ഞാനൊരു കാര്യം പറയാം. ആരതിയെയും ആകാശിനെയും തമ്മിൽ അകറ്റാൻ വേണ്ടി ഇനി നീ ശ്രമിച്ചു കഴിഞ്ഞാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഇനി അവരുള്ള ഭാഗത്തേക്ക് പോലും നിന്നെ കാണാൻ പാടില്ല. അവസാനമായിട്ട് പറയാണ്, ഇനി എൻ്റെ കൺമുന്നിൽ പോലും നീ വരരുത്, പോ എന്ന് പറഞ്ഞിട്ട് അയാളും അയാളുടെ ഭാര്യ അവിടെ നിന്ന് പോവുകയാണ്. പക്ഷേ മേഘ ഒരിക്കലും അത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അയാൾ പോയപ്പോൾ മേഘ ദേഷ്യത്തോടെ പറയാണ്, റാസ്കൽ, എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് പോവാണോ നീ? ആരതിയോ ആകാശം എങ്ങനെ ഒന്നിച്ച് ജീവിക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം. സിദ്ധാർത്ഥും ചന്ദ്രികയും ക്ഷേത്രത്തിൽ വന്നിരിക്കുകയാണ്. രണ്ടുപേരും ഒന്നിച്ച് തൊഴുതതിന് ശേഷം അവിടെ പുറത്ത് വന്ന് കുറച്ചു നേരം ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് സിദ്ധു ഫോൺ എടുത്തിട്ട് അവൻ്റെ ഫോണിൽ ഫോട്ടോ നോക്കി പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടിട്ട് ചന്ദ്രിക ചോദിക്കുന്നുണ്ട്, എന്താ സർ, വന്നപ്പോൾ തൊട്ട് ഫോൺ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ? അതില്ലേ ചന്ദ്രിക, നമ്മുടെ എൻഗേജ്മെൻറ്റിന് എടുത്ത ഫോട്ടോയാണ്, അതാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. വെറുതെ പറയുന്നതല്ല ചന്ദ്രിക, പട്ടുസാരി ചുറ്റിയപ്പോൾ നിന്നെ കാണാൻ എന്ത് ഭംഗിയുണ്ടെന്ന് അറിയാമോ? അപ്പോൾ ചന്ദ്രിക നാണത്തോട് പറയാണ്, വെറുതെ കള്ളം പറയണ്ട സർ, ഞാൻ എപ്പോഴും ഉള്ളതുപോലെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ അവളെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, ചന്ദ്രിക, നിന്നെ കാണാൻ എപ്പോഴും നീ നല്ല സുന്ദരിയാണ്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, മുൻപൊക്കെ എന്നെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മുടെ കല്യാണ നിശ്ചയം കഴിഞ്ഞില്ലേ, പിന്നെ എന്തിനാ സാർ ഇങ്ങനെ കള്ളം പറയുന്നത്? അപ്പോൾ സിദ്ധു സീരിയസ് ആയിട്ട് പറയാണ്, ചന്ദ്രിക, ഇപ്പോഴെന്നല്ല, ഇനിയും 50 വർഷം കഴിഞ്ഞ് നീ ഇതേ ചോദ്യം ചോദിച്ചാലും ഇതുതന്നെയാണ് എൻ്റെ മറുപടി ഉണ്ടാവുക. നീ എപ്പോഴും സുന്ദരിയാണ്. ചന്ദ്രിക അത് കേട്ട് പുഞ്ചിരിച്ചപ്പോൾ അവൻ പറയുന്നുണ്ട്, അഴക് എന്ന് പറഞ്ഞാൽ അത് വെറുതെ മുഖത്തിൽ മാത്രം ആവരുത്, രൂപത്തിൽ മാത്രം ആവരുത്, എപ്പോഴും മനസ്സിനുണ്ടാവണം. നിനക്ക് സൗന്ദര്യമുള്ള മനസ്സും സൗന്ദര്യമുള്ള ശരീരവുമാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് എപ്പോൾ ചോദിച്ചാലും കണ്ണും അടച്ച് ഞാൻ പറയും, സുന്ദരിയാണ് ചന്ദ്രിക എന്ന്. സിദ്ധാർത്ഥിൻ്റെ സംസാരം കേട്ടിരിക്കുകയാണ് ചന്ദ്രിക. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, ഞാൻ സുന്ദരിയാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷെ സാർ സുന്ദരമായിട്ട് സംസാരിക്കുന്നുണ്ട്. അത് കേട്ട് സിദ്ധാർത്ഥം പൊട്ടിച്ചിരിക്കുകയാണ്. അയ്യോ, പറയാൻ വിട്ടു, നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോവാം സർ. മലരി വീട്ടിൽ വന്ന് കാത്തു നിൽക്കുന്നുണ്ടാവും. ശരി, വാ പോവാം.
സിദ്ധാർത്ഥം എഴുന്നേക്കാണ്. അവർ ക്ഷേത്രത്തിന് പുറത്തെത്തിയിട്ട് ചെരുപ്പ് അണിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ചന്ദ്രിക കാണുന്നത്. അവിടെ മുന്നിലായിട്ട് നിർത്തിയിട്ടിരിക്കുന്ന ഒരു ഓട്ടോയുടെ മുകളിലായിട്ട് സിദ്ധാർത്ഥിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുകയാണ്. സിദ്ധാർത്ഥിൻ്റെ പലതരത്തിലുള്ള ഫോട്ടോസും വെച്ചിട്ട് സ്റ്റിക്കറാക്കി ഒട്ടിച്ചിരിക്കുകയാണ്. അത് കണ്ടപ്പോൾ ചന്ദ്രികയാണ് സിദ്ധാർത്ഥനെ വിളിച്ച് കാണിച്ചിരിക്കുന്നത്. സാർ സാർ നോക്ക് സാർ. എന്താ ചന്ദ്രിക? അവിടെ നോക്ക്, ആ ഓട്ടോയിൽ സാറിൻ്റെ പലതരത്തിലുള്ള ഫോട്ടോസ് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ഇതെന്താ കഥ? സിദ്ധുവും അപ്പോഴാണ് അത് കാണുന്നത്. അവനും അതിശയത്തോടെ പറയുന്നുണ്ട്, ആഹാ ഇത് കൊള്ളാലോ. അവർ രണ്ടുപേരും അത് കണ്ട് ചിരിക്കുകയാണ്. പെട്ടെന്ന് സിദ്ധു ചോദിക്കുന്നുണ്ട്, അല്ല ചന്ദ്രിക, എൻ്റെ ഫോട്ടോ ഇതാരാ ഓട്ടോയിൽ ഒട്ടിച്ചിട്ടുണ്ടാവുക? അപ്പോൾ ചന്ദ്രികയും അവനെ കളിയാക്കുകയാണ്. വലിയ വലിയ സിനിമാ നടന്മാരുടെയും രാഷ്ട്രീയക്കാരുടെയൊക്കെ ഫോട്ടോയാണ് സാധാരണ ഓട്ടോയിൽ ഒട്ടിച്ചു വെച്ചിട്ട് കാണാറ്. സാറിൻ്റെ ഫോട്ടോ ആരാ ഒട്ടിച്ചു വെച്ചതെന്ന് അറിയില്ലല്ലോ. സാറും ഇനി വലിയ ഹീറോ ആയോ? അതാ ഞാനും ചിന്തിക്കുന്നത്. സിദ്ധാർത്ഥ് ചിരിച്ചുകൊണ്ട് പറയുകയാണ്. അപ്പോഴാണ് തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് മഹേഷ് സിഗരറ്റൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ നിൽക്കുകയാണ്. അവനാണ് ആദ്യം കാണുന്നത് ചന്ദ്രികയും സിദ്ധാർത്ഥും തൻ്റെ ഓട്ടോ നോക്കി നിൽക്കുന്നത്. പക്ഷേ സിദ്ധാർത്ഥ ചന്ദ്രികയും മഹേഷിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചന്ദ്രിക സിദ്ധുവിനോട് ചോദിക്കുന്നുണ്ട്, ഇനിയൊരു പക്ഷേ സാറിൻ്റെ ഫീമെയിൽ ആരാധിക മറ്റും ഓട്ടോയിൽ ഒട്ടിച്ചു വെച്ചതാണോ? അത് കേട്ട് സിദ്ധു പൊട്ടിച്ചിരിക്കുകയാണ്. എൻ്റെ ചന്ദ്രിക, നീ തമാശയാണോ പറയുന്നത്? അപ്പോഴാണ് മഹേഷ് കൈ കാണിച്ചുകൊണ്ട് സിദ്ധാർത്ഥിനെ വിളിക്കുന്നത്. സിദ്ധു സർ. അത് കേട്ടപ്പോൾ രണ്ടുപേരും അങ്ങോട്ടേക്ക് നോക്കുവാണ്. മഹേഷിനെ കണ്ടതും ചന്ദ്രികയുടെ മുഖാകെ ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകുകയാണ്. സിദ്ധാർത്ഥിൻ്റെ മുഖത്തുണ്ടായിരുന്ന ആ ഒരു ചിരി മാഞ്ഞു. അപ്പോൾ മഹേഷ് അങ്ങോട്ടേക്ക് വന്നിട്ട് സിദ്ധുവിനോട് പറയുന്നുണ്ട്, സിദ്ധു സർ, ഇത് എൻ്റെ ഓട്ടോയാണ്. ഞാനാണ് സാറിൻ്റെ ഫോട്ടോ എൻ്റെ ഓട്ടോയിൽ ഒട്ടിച്ചു വെച്ചത്. അത് കേട്ടത് സിദ്ധാർത്ഥ് വീണ്ടും ചിരിക്കുകയാണ്. പക്ഷേ ചന്ദ്രികയ്ക്ക് അപ്പോഴും ദേഷ്യം ഉണ്ടായിരുന്നു. മഹേഷിനെ കാണുമ്പോഴേ അവൾക്ക് എപ്പോഴും കലി തുടങ്ങുവാണ്. എന്നിട്ടും സിദ്ധു ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, അല്ല മഹേഷ്, ഇതെന്തിനാ എൻ്റെ ഫോട്ടോ നിൻ്റെ ഓട്ടോയിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്? അപ്പോൾ മഹേഷ് പറയുന്നുണ്ട്, സാധാരണയായിട്ട് ഒന്നുകിൽ ദൈവത്തിൻ്റെ ഫോട്ടോ അല്ല അവർക്ക് ഇഷ്ടപ്പെട്ട സിനിമാ നടന്മാരുടെ മറ്റോ ഫോട്ടോ ആണ് ആൾക്കാർ ഒട്ടിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളാണ് സാർ എൻ്റെ ദൈവം. അത് കേട്ടതും സിദ്ധാർത്ഥ ആകെ വല്ലാതാവുകയാണ്. അപ്പോൾ മഹേഷ് പറയുന്നുണ്ട്, അതുകൊണ്ടാണ് സാർ നിങ്ങളുടെ ഫോട്ടോ ഞാൻ എൻ്റെ വണ്ടിയിൽ ഒട്ടിച്ചു വെച്ചത്. നിങ്ങളാണ് സാർ എനിക്ക് വീണ്ടും പുതിയൊരു ജീവിതം തന്നത്. എന്താ മഹേഷ്, എന്തിനാ ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്? ഇതൊക്കെ കുറച്ച് കൂടുതലാണ് കേട്ടോ. മഹേഷിനോട് സിദ്ധാർത്ഥ് സന്തോഷത്തോടെ സംസാരിക്കുകയാണ്. പക്ഷേ അതൊക്കെ കേൾക്കുമ്പോൾ ചന്ദ്രയ്ക്ക് വല്ലാത്ത വീർപ്പുമുട്ടലാണ് വരുന്നത്. ഇല്ല സാർ, ഒരുപക്ഷെ സാറിന് ഇതൊക്കെ കാണുമ്പോൾ അധികമായിട്ട് തോന്നുന്നുണ്ടാവും. പക്ഷേ ഇതൊക്കെയാണ് എൻ്റെ ശരികൾ. എനിക്ക് ഒരു ഓട്ടോ വാങ്ങിത്തന്ന് എൻ്റെ ജീവിതം തന്നെ പുതിയ മാർഗത്തിലേക്ക് കടത്തിവിട്ടത് സാറാണ്. സാർ, എല്ലാവർക്കും മുന്നിൽ ദൈവം നേരിട്ട് ഇറങ്ങി വരില്ല. സാറിനെ പോലുള്ള നല്ല നല്ല ആൾക്കാരാണ് ഓരോരുത്തരുടെയും മുന്നിൽ ദൈവമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. മഹേഷ് സിദ്ധാർത്ഥിനെ വാനോളം പുകഴ്ത്തുകയാണ്. പക്ഷേ ചന്ദ്രിക ഇങ്ങനെ ദേഷ്യത്തോടെയാണ് കേട്ട് നിൽക്കുന്നത്. കാരണം മഹേഷിൻ്റെ ശബ്ദത്തിലുള്ള ഓരോ കള്ളത്തിനും അവൾക്ക് വേഗം തിരിച്ചറിയാൻ സാധിക്കും. ചന്ദ്രികയോട് സംസാരിക്കാനൊന്നും മഹേഷും നിൽക്കുന്നുണ്ടായിരുന്നില്ല, അവളെ ദേഷ്യം പിടിപ്പിക്കണ്ടെന്ന് കരുതിയിട്ട്. എന്നിട്ട് നേരെ സിദ്ധാർത്ഥിനോട് തന്നെയാണ് നല്ല രീതിക്ക് സംസാരിക്കുന്നത്. സർ, അമ്മയ്ക്ക് എങ്ങനെയുണ്ട് സർ? ആ, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ആ ശരി, പിന്നെ മലറിനോട് ഞാൻ ചോദിച്ചു എന്ന് പറയണേ സർ. ശരി മഹേഷ്. അപ്പോൾ മഹേഷ് പോക്കറ്റിൽ നിന്ന് ഒരു കാഡ്ബറി എടുത്തിട്ട് സിദ്ധാർത്ഥിന് കൊടുത്തിട്ട് പറയാണ്, ഇത് മലറിന് കൊടുക്കാമോ സർ? സിദ്ധു അത് വാങ്ങിക്കാതെ ചന്ദ്രികയെ നോക്കുന്ന സമയത്ത് അവൾ ദേഷ്യത്തോടെയാണ് നിൽക്കുന്നത്, മുഖം തിരിച്ചുകൊണ്ട്. അപ്പോൾ മഹേഷും അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് അത് വാങ്ങാത്തപ്പോൾ മഹേഷ് വീണ്ടും യാചിക്കുന്ന ശബ്ദത്തിലാണ് പറയുന്നത്, സർ, മലറിന് ഈ ചോക്ലേറ്റ് ഒരുപാട് ഇഷ്ടമാണ്. പ്ലീസ് സർ, ഇത് മലറിന് കൊണ്ടുപോയി കൊടുക്കാമോ? ഇന്നാ സർ എന്ന് പറഞ്ഞപ്പം സിദ്ധാർത്ഥ് അത് വാങ്ങിക്കുന്നുണ്ട്. പക്ഷേ അത് ചന്ദ്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല. ഒരുപാട് നന്ദിയുണ്ട് സർ, മഹേഷ് പറയാണ്. അപ്പോഴേക്കും ഒരു സ്ത്രീ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഏട്ടാ ഈ ഓട്ടോ നിങ്ങളുടേതാണോ? ആ അതെ. പോകുന്നുണ്ടോ? ആ വരാം, കയറിക്കോ എന്ന് പറയാണ് മഹേഷ്. എന്നിട്ട് സിദ്ധാർത്ഥിനോട് യാത്ര പറയാണ്, സാർ ആള് വന്നിട്ടുണ്ട്, ഞാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ഓട്ടോയുടെ അടുത്തേക്ക് ഓടിപ്പോവാണ്. ആ ഓട്ടോ പോയി തീരുന്നത് വരെ സിദ്ധാർത്ഥ് ചന്ദ്രികയെ ഒന്നും മിണ്ടാതെ അത് തന്നെ നോക്കി നിൽക്കുകയാണ്. ഓട്ടോയുടെ പിന്നിലായിട്ടും സിദ്ധാർത്ഥിൻ്റെ ഫോട്ടോസ് ഉണ്ടായിരുന്നു. അപ്പോൾ ചന്ദ്രികയുടെ മുഖത്ത് ദേഷ്യം കണ്ടപ്പോൾ തന്നെ സിദ്ധുവിന് കാര്യം മനസ്സിലായി. അതുകൊണ്ട് വേഗം തന്നെ അവൻ പറയുന്നുണ്ട്, സോറി ചന്ദ്രിക, മഹേഷിൻ്റെ അടുത്ത് നിന്നും ഒന്നും വാങ്ങിക്കാൻ പാടില്ല എന്ന് നീ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ മലറിന് വേണ്ടിയിട്ടാണ് തരുന്നത് എന്ന് പറയുമ്പോൾ എനിക്ക് വാങ്ങിക്കാതിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ചന്ദ്രിക ദേഷ്യത്തോടെ പറയുന്നുണ്ട്, മഹേഷ് അവൻ്റെ ഓട്ടോയിൽ സാറിൻ്റെ കുറച്ച് ഫോട്ടോസ് വെച്ചപ്പോഴേക്കും സാറിൻ്റെ മനസ്സ് മാറി അല്ലേ? ഏയ് അങ്ങനെയല്ല ചന്ദ്രിക. പിന്നെ അയാൾ നല്ലവനായെന്ന് സാർ വിശ്വസിച്ചോ? അങ്ങനെയൊന്നും ഇല്ല ചന്ദ്രിക. മഹേഷ് ഇപ്പോൾ പഴയതുപോലെയല്ല, അവൻ ഒരുപാട് മാറി, അതാണ് സത്യം. പക്ഷേ ചന്ദ്രികയ്ക്ക് അതൊന്നും തൃപ്തികരമായ മറുപടി ആയിരുന്നില്ല. ചന്ദ്രിക, മഹേഷ് മുന്നിൽ പണ്ടുണ്ടായിരുന്ന മഹേഷും ഇപ്പോഴുള്ള മഹേഷും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. സർ, ഞാൻ വീണ്ടും പറയാണ്, മഹേഷിനെ കൊണ്ട് മാറാൻ സാധിക്കില്ല. ദയവ് ചെയ്ത് അയാളെ വിശ്വസിച്ചിട്ട് നിങ്ങൾ പറ്റിക്കപ്പെടാതിരിക്കേ. ചന്ദ്രിക വീണ്ടും വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, അതെന്താ ചന്ദ്രിക,
തെറ്റ് ചെയ്യുന്നവർക്ക് ജീവിതത്തിൽ ഒരിക്കലും തിരുത്താൻ പാടില്ലേ? മഹേഷ് നന്നായിട്ട് ജീവിക്കുന്നതിൽ ഇപ്പം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ നിനക്ക് ഉറപ്പ് തരാം, ഒരു ദിവസം നീ തന്നെ പറയും മഹേഷ് നന്നായിന്ന്. ശരി, വാ നമുക്ക് പോവാം. പക്ഷെ ചന്ദ്രിക ആകെ ദേഷ്യത്തോടെയും ആകെ ഒരു വിഷമത്തോടെയൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ അവൾ ഏതോ ഒരു ലോകത്തെന്ന പോലെ നിൽക്കുന്നതാണ്. അപ്പോൾ സിദ്ധു വീണ്ടും വിളിക്കുകയാണ്, ചന്ദ്രിക വാ പോവാം. സർ, നിങ്ങളിങ്ങനെ മഹേഷിനോട് സംസാരിക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ തീരെ ഇഷ്ടപ്പെടുന്നില്ല സർ. ദയവ് ചെയ്ത് ഇനി അയാളോട് സംസാരിക്കാതിരിക്കാൻ പറ്റുമോ? അയ്യോ ശരി ചന്ദ്രിക, ഇനി ഞാൻ മഹേഷിനോട് സംസാരിക്കേയില്ല, മതിയോ? വാ ചന്ദ്രിക എന്ന് പറഞ്ഞിട്ട് സിദ്ധാർത്ഥ അവളുടെ കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ചന്ദ്രികയ്ക്ക് അപ്പോഴും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. സിദ്ധാർത്ഥ തന്നെയാണ് അവളെ വലിച്ചു കൊണ്ടുപോകുന്നത്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നതും.